السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ സ്വർഗീയ ലോകത്ത് ഒത്തൊരുമിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വന്നുപോയ സകലമായ പാപങ്ങളും റബ്ബുൽ ഇസ്സത്ത് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. കുടുംബത്തിലും അതേപോലെ കൂട്ടത്തിലായിട്ട് ഒരുപാട് ആളുകൾ അസുഖങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. برحمتك يا أرحم الراحمين. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ജുമാ നിസ്കരിക്കാൻ വേണ്ടിയാണ്. അത് തന്നെ ഇഅ്തികാഫിനെ നിയ്യത്തിൽ വെച്ച് നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന നിയ്യത്തോടുകൂടെ ഇരിക്കാം. നമ്മുടെ ലക്ഷ്യം ജുമാ നിസ്കരിക്കാൻ പിരിയുക എന്നാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഈ പ്രപഞ്ചത്തിലെ അടിസ്ഥാന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം. അതിൻ്റെ പ്രചാരകരായിട്ടാണ് 1,00,000-ൽ പരം പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് സഹാബികളുടെയും അത് കഴിഞ്ഞ് ഔലിയാക്കന്മാരുടെയും വഴിയിലൂടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായ ആ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വന്നിട്ടുള്ളത്. ലോകത്ത് കഴിഞ്ഞ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള വ്യക്തിത്വമാണ് അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. 4 കുത്തുബുകളുടെ പ്രസിദ്ധമായ ആളും രണ്ടാമത്തെ കുത്തുബിൻ്റെ അർഹതപ്പെട്ട ആളുമാണ്. ഇതിവിടെ പറയാനുള്ള കാരണം മഹാനായ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവരെ സ്മരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നേട്ടമാണ് ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സാലിഹീന കഫാറ. പ്രവാചകന്മാരെ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ഇബാദത്തിന്റെ ഗണികയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പെടുത്തുന്നുണ്ട്. നേരെ മറിച്ച് ഔലിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാൻ കാരണമാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ് ശൈഖ് റിഫാഈ തങ്ങള്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരായിരുന്നു റിഫാഈ തങ്ങള്, അവരുടെ ജീവിതത്തിന്റെ ശൈലി എന്തായിരുന്നു. എല്ലാവരുടെയും കരുണ കാണിച്ച വ്യക്തിത്വമായിരുന്നു റിഫാഈ തങ്ങള്. എല്ലാവരുടെയും കരുണ കാണിച്ചിരുന്നു. നല്ല മനസ്സോടുകൂടെ ഇലാഹി വിശ്വാസത്തിൽ അചഞ്ചലമായി തീരുമാനമെടുത്ത് എല്ലാ സമയത്തും റബ്ബിലേക്ക് ഏൽപ്പിച്ച വ്യക്തിത്വമായിരുന്നു റിഫാഈ തങ്ങൾ. ആരെ മുറുകെ പിടിച്ചിരുന്നോ റിഫാഈ തങ്ങളുടെ വല്ലിപ്പയായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്നെ കണ്ടിരുന്നു റിഫാഈ തങ്ങളിൽ. അവരുടെ ജീവിതം തന്നെ കണ്ടിരുന്നു. മുത്തുനബിയുടെ ജീവിതം തന്നെ കണ്ടിരുന്നു റിഫാഈ തങ്ങളിൽ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ആ സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു റിഫാഈ തങ്ങളിൽ. എത്രത്തോളം എന്ന് പറയണോ,
ഏറ്റവും കരുണ കാണിച്ചു. അത് മനുഷ്യരോടും അതേപോലെ തന്നെയാണ് മറ്റ് ജീവികളിലൊക്കെ എല്ലാ നിലക്കും കരുണ കാണിച്ച വ്യക്തിത്വമായിരുന്നു മഹാനായ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് പറയണോ, അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരു അമുസ്ലിമായ ജൂതനായ വ്യക്തിയായിരുന്നു റിഫാഈ തങ്ങളുടെ അയൽവാസി. റിഫാഈ തങ്ങളുടെ അയൽവാസി ജൂതനായ വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ റിഫാഈ തങ്ങളുടെ ശിഷ്യനും ഈ ജൂതന്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഈ മനുഷ്യനിക്ക് മുസ്ലിമീങ്ങളെ വല്ലാതെ ദേഷ്യം വെക്കുന്ന ആളായി. ജൂതനായ മനുഷ്യൻ മുസ്ലിമീങ്ങളെ വല്ലാതെ ദേഷ്യം വെപ്പിക്കുന്നു. അതേപോലെ തന്നെ ഏത് നിലക്കും മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്ന വ്യക്തിയായിരുന്നു, ജൂതനായ വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഈ ശിഷ്യനാകുന്ന റിഫാഈ തങ്ങളുടെ ശിഷ്യനാകുന്നതായ ആ ചെറുപ്പക്കാരനെ സുബഹി നിസ്കരിക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥ വന്നു. ജമാഅത്തിന് പോകുന്ന വേളയിൽ ഇരുട്ടിന്റെ മറവിലതാ ആ ജൂതനായ മനുഷ്യൻ അവിടെ നിന്നു, ഇരുട്ടിന്റെ മറവിൽ കാത്തു നിന്നു ഈ ചെറുപ്പക്കാരനെ. അങ്ങനതാ ഈ മനുഷ്യൻ വന്ന സമയത്ത്, അതായത് റിഫാഈ തങ്ങളുടെ ശിഷ്യനുടെ വന്ന സമയത്ത് എന്ത് ചെയ്തു, അദ്ദേഹത്തെ ആക്രമിക്കാൻ, അടിക്കാനും തൊടിക്കാനും തുടങ്ങി. സുബ്ഹാനല്ല, ആ അടിയിലങ്ങ് എന്ത് ചെയ്തു, അടിയിലെന്ത് ചെയ്തു, അത് ബേജാറായി പോയി എന്നാണ് ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നത്. ഇത് എൻ്റെ അയൽവാസിയാകുന്ന റിഫാഈ തങ്ങളുടെ ശിഷ്യനാണ് എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ നേരം പുലർന്ന സമയത്ത് എന്ത് ചെയ്തു, സുബ്ഹാനല്ല, ആ മനുഷ്യൻ കണ്ട കാഴ്ചയാ റിഫാഈ തങ്ങളെയാണ് ബോധരഹിതനായി കിടക്കുന്നത്. അങ്ങനെ ചെയ്തു, ഈ മനുഷ്യൻ എന്ത് ചെയ്തു, പൊട്ടിക്കരഞ്ഞു എന്ന് മാത്രമല്ല, ബോധരഹിതനായി മനുഷ്യൻ വീണു. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഈ വിവരം ആരോടും പറയണ്ട, എൻ്റെ ശിഷ്യന്മാരോട് ആരോടും പറയണ്ട, ശിഷ്യന്മാർക്കൊന്നും വല്ലാതെ ദഹിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിലേക്ക് പോയി. എന്നിട്ട് റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരെയും വിളിച്ചു വരുത്തി ജൂതന്റെ വിഷയം പറഞ്ഞു. അടിച്ച വിഷയമല്ല പറഞ്ഞത്, നല്ല മനുഷ്യനായ വ്യക്തിത്വമാണ് അദ്ദേഹം, പാവപ്പെട്ട വ്യക്തിത്വമാണല്ലോ, അദ്ദേഹത്തെ നമ്മൾ സഹായിക്കണം. അങ്ങനെ ഫണ്ടിൽ നിന്നിട്ട് ഒരു മാസത്തെ പൈസ കൊടുക്കുന്ന ഭക്ഷണ സാധനമാണ് ഏർപ്പാടാക്കി കൊടുത്തു. അങ്ങനെയാണ് എല്ലാ റിഫാഈ തങ്ങളുടെ ശിഷ്യന്മാർ ഈ യഹൂദിന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് സുബ്ഹാനല്ലാഹ്, ഈ റിഫാഈ തങ്ങളുടെ സമക്ഷത്തിൽ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ദ്രോഹിച്ച ആളുകൾക്ക് പോലും ഒരു അവർക്ക് കരുണ കിട്ടണമെന്നുള്ള മനസ്സോടുകൂടെ നിന്ന വ്യക്തിത്വമായിരുന്നു റിഫാഈ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഒരുപാട് കറാമത്തുകളില്ലേ, ഒരുപാട് കറാമത്തുകളുണ്ട്. അതായത് ഒരു ദിവസം സെബുക്കെടുക്കുന്ന സമയത്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു റിഫാഈ തങ്ങൾ. പിന്നെയും പറഞ്ഞു, എനിക്ക് വിളി വന്നിട്ടുണ്ട്, നമുക്ക് പോകണം, ഹജ്ജിന് പോകണം, എൻ്റെ കൂടെ പോരുന്നവരൊക്കെ പോന്നോളൂ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ പോരുന്നവരൊക്കെ പോന്നോളൂ എന്ന് പറഞ്ഞ സമയത്ത് റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു അതിലുണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും ഹജ്ജിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. മദീന റൗളയിലേക്ക് കടന്ന സമയത്ത് റിഫാഈ റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും യാ ജദ്ദീ, റൗളയിൽ നിന്ന് കണ്ട് അസ്സലാമു അലൈക്കും യാ ജദ്ദീ എന്ന് പറഞ്ഞ സമയത്ത് തിരിച്ചതാ വഅലൈക്കുമുസ്സലാം യാ വലദീ. റൗളി കടന്നു കണ്ട് ആരാ പറയണത്? നബി മുഹമ്മദ് മുസ്തഫ അന്നങ്ങട് വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞു. എന്നിട്ടതാ പാട്ട് പാടുന്നു, ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ
ഗായിബതി. എന്റെ ശരീരം മദീനയിൽ നിന്ന് എത്ര വിദൂരമാണെങ്കിലോ എന്റെ റൂഹിനെ എല്ലാ ദിവസവും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയക്കലുണ്ട് നബിയേ. എന്റെ റൂഹിനെ എല്ലാ ദിവസവും നബിയെ ഞാൻ പറഞ്ഞയക്കലുണ്ട്. അത് സലാത്തിലൂടെയാണ്, സലാമിലൂടെയാണ്. وهذه دولة الأشباح قد حضر فامدد يمينك كي تهدى بها شفتي. അതുകൊണ്ട് നബിയെ ഇന്നിതാ എന്റെ റൂഹ് മാത്രമല്ല എന്റെ ജസദും കൊണ്ട് എന്റെ ശരീരം കൊണ്ട് നബിയെ നിങ്ങളുടെ സമക്ഷത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ എനിക്ക് ചെയ്തു തരേണ്ടത് അങ്ങയുടെ വലത്തെ കൈയുണ്ടല്ലോ അതെനിക്ക് മുത്തമിടണം, എനിക്ക് ചുംബിക്കണം നബിയേ. ഇതങ്ങ് പറഞ്ഞ സമയത്ത് റൗള ശരീഫ് അങ്ങതാ പൊട്ടിപ്പിളർന്നു. വലത്തെ കയ്യതാ പൊന്തി വരുന്നു. പൊന്തി വന്നതിന് ശേഷം അവിടുള്ള ആളുകളെല്ലാം അവിടെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മുത്തം വെക്കുന്നു. ഒരുപാട് ആളുകൾ ഇതിന് സാക്ഷ്യമായില്ലേ? അതാ റിഫായി തങ്ങള്. ആ റിഫായി തങ്ങളുടെ ജീവിതം നമ്മൾ പരുതുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല നല്ല ഭാഗ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അല്ലാഹുവിലേക്ക് വേണ്ടി ജീവിച്ച ആളുകളായിരുന്നു റിഫായി തങ്ങളോ മറ്റുള്ള ഔലിയാക്കളൊക്കെ. അവർക്ക് പറയാൻ നാളെ മഹ്ശറ വൻസഭയിൽ ചെല്ലുന്ന സമയത്ത് പല കഥകൾ അവർക്ക് പറയാൻ സാധിക്കോ. നമ്മളാകുന്ന സമാനിന്റെ ചണ്ടികളായ ആളുകളാണ് നമ്മൾ. നമ്മൾക്കെന്താ പറയാനുള്ളത്? മുഅ്മിനീങ്ങളെ നമ്മളെ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ടൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ ചെയ്യുന്നതായ നിസ്കാരം, ഞാൻ ചെയ്യുന്നതായ സക്കാത്ത്, ഞാൻ ചെയ്യുന്ന മറ്റുള്ള സുഹൃത്തുക്കളെല്ലാം പടച്ച റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യണം. നമ്മുടെ ഇബാദത്തുകളൊക്കെ ഇങ്ങനെ ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഇബാദത്തിന് ഇഖ്ലാസില്ലാതെ മറ്റു കാര്യങ്ങളിലൊക്കെ മറ്റു ദുന്യവിയായ കാര്യത്തിന് വേണ്ടി നമ്മൾ എല്ലാ നിലക്കും നമ്മൾ തയ്യാറാ. നാളെ ദുന്യവിയായ വിഷയത്തിൽ എല്ലാ നിലക്കും നമ്മൾ തയ്യാറാ. ഒരു പള്ളിയുടെ വിഷയം വരുമ്പോ, മദ്രസയുടെ വിഷയം വരുമ്പോ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ഹൃദയത്തിനോടൊന്ന് ചോദിച്ചു നോക്കൂ. കുറച്ചാളുകൾ ചെയ്തോട്ടെ, നമ്മൾ അതിൽ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുമ്പോ ഇത്തരം സംവിധാനം പള്ളിയും മദ്രസയും നമുക്ക് നല്ല രൂപത്തിൽ നമുക്ക് ഇവിടെ കെട്ടിച്ചമച്ച് തന്നിട്ടുണ്ട്. ഇബാദത്തിൽ മുതിരാൻ വേണ്ടിയിട്ടാണ് മുൻഗാമികൾ അതിൽ നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കൂടുതലൊന്നും പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് നമുക്ക് ഖുത്ബയിലേക്ക് പോകാം. അല്ലാഹു എല്ലാം നമ്മൾ കേട്ടതും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين مالك الملوك إله سيدنا يا الله ഞങ്ങൾ പറഞ്ഞതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവിധ സുഹൃത്തുക്കളും നീ സ്വീകരിക്കണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. കൂട്ടത്തിലും കുടുംബത്തിലും ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ അസുഖങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരു സഹോദരനുണ്ട്, ഞങ്ങളെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയാണ്. ആസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണല്ലോ റബ്ബേ. അല്ലാഹുവേ അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, നരകം നിഷിദ്ധമാക്കണേ അല്ലാഹ്. അതേപോലെ തന്നെ ഗൾഫിൽ പോയ സഹോദരന് ജോലി ലഭിച്ചു, അൽഹംദുലില്ലാഹ്.
അതിന്റെ ഭാഗമായി സന്തോഷത്തിന്റെ ഭാഗമായിട്ട് സംഭാവന നമ്മുടെ പള്ളിയിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ ജോലിയിൽ നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അതേപോലെ തന്നെയാണ് പള്ളിയിലേക്ക് ഒരു സഹോദരൻ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ ആ സംഭാവന നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിലായി പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നൊന്ത് പ്രസവിച്ച ഉമ്മ, ഉപ്പ, എല്ലാത്തിനും കൂടെ ഞങ്ങളുടെ വാപ്പ, വല്യമ്മ, വല്യപ്പ, മിത്രാദികൾ, അല്ലാഹുവേ ഞങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ട മുഅ്മിനീങ്ങള്, മുഅ്മിനാത്തുകള്, പള്ളിയിലേക്ക് മദ്രസയിലേക്ക് അകമൊഴിഞ്ഞ് സഹായിച്ചവർ, സഹകരിച്ചിരുന്ന ആളുകൾ ഇന്ന് കടക്കുന്നത് റബ്ബേ ആറടി മണ്ണിലാണല്ലോ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ആറടി മണ്ണ് സ്വർഗത്തിന്റെ മണ്ണാക്കണേ അല്ലാഹ്. സ്വർഗീയ പരിമളം വീശുന്ന ഖബറാക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ മാലാക്കന്മാര് വന്നുകൊണ്ട് സന്തോഷപ്പെടുത്തുന്ന ഖബറാക്കണേ അല്ലാഹ്. അദാബിന്റെ മാലാക്കന്മാര് വന്നുകൊണ്ട് ശിക്ഷിക്കുന്ന ഖബറാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, നരകം നിഷിദ്ധമാക്കണേ റഹ്മാനേ. ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് മരണം ഖൈറാകുമ്പോ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുന്നാനബിയെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പള്ളിയിലേക്ക് മദ്രസയിലേക്ക് പള്ളിയുടെ സ്ഥലം വാങ്ങുന്നതിലേക്കൊക്കെ അകമൊഴിഞ്ഞ് സഹായിച്ച സഹോദര സഹോദരന്മാരുണ്ടല്ലോ റബ്ബേ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഒരു ആപത്തും അവർക്ക് വരുത്തില്ല അല്ലാഹ്. ഹോസ്പിറ്റൽ കഴിയുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാരൻ റബ്ബേ വളരെ ബുദ്ധിമുട്ടായ രൂപത്തിലാണ് കിടക്കുന്നത്. നീ ശിഫ നൽകണേ അല്ലാഹ്. എന്തു അസുഖമാണെങ്കിലും റബ്ബേ നിനക്ക് ശിഫ കൊടുക്കാനുള്ള അർഹത നിനക്കാണല്ലോ. നീയല്ല ഷാഫി, കാഫി, മുആഫി, ആദൽ ജലാലി വൽ ഇക്റാം. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. ആ കുടുംബത്തെ റാഹത്ത് നൽകണേ അല്ലാഹ്. എല്ലാ കൊണ്ടും സമാധാനം നൽകണേ അല്ലാഹ്. اللهم عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. آمين برحمتك يا أرحم الراحمين.